നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാർച്ച് 1-ാം തീയതി മുതൽ മാർച്ച് 7 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 1-ാം തീയതി ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മേനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ ഏറ്റവും നന്നായി ഇടപഴകാൻ സാധിക്കുമെന്ന് കഴിഞ്ഞയാഴ്ചയെ പറയുന്നു. ഈ ആഴ്ചയും അത് തുടരും എന്ന് തന്നെ കാണുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രം, അവർക്ക് ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുമെങ്കിലും ഏറ്റവും ഒടുവിൽ, പ്രവർത്തനങ്ങളുടെയൊക്കെ ഒടുവിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ തന്നെ പരിഹാസത്തിനോ ഒറ്റപ്പെടുത്തലിനോ ഈ നക്ഷത്രക്കാർക്ക് വിധേയരാകേണ്ടി വരും ഈ ആഴ്ച എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ വിഷമമോ പ്രശ്നമോ ഒക്കെ ഏറ്റവും ഒടുവിൽ, പ്രവർത്തനങ്ങളുടെ ഒടുവിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, തങ്ങളുടെ വരുമാനത്തിന് വേണ്ടിയോ ജീവിത അധ്വാനത്തിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്നവരുടെ കാര്യമായാലും ശരി, അതല്ല ബന്ധുക്കളുടെ ഏതെങ്കിലുമൊക്കെ ചടങ്ങിന് വേണ്ടിയോ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയോ ആ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന വേളയിൽ ഏറ്റവും ഒടുവിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇത്തരമൊരു അവസ്ഥയെ നേരിടേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാൽ ഈ ഒരു വിഷമം ഒഴിച്ചാൽ പുതിയ വസ്ത്രം ലഭിക്കാനും പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ ഏറ്റവും നന്നായി തങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊത്ത് പുറത്ത് യാത്ര ചെയ്യുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമാഗമങ്ങൾ ഉണ്ടാകുവാനുമൊക്കെ സാധിക്കുന്നുണ്ട് ഇവർക്ക് ഈ ആഴ്ചയിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഒക്കെ തന്നെ ഇവർക്ക് മനസ്സിന് ആനന്ദം നൽകുന്നു. സ്വാഭാവികമായും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തൽ ഈ സന്തോഷങ്ങൾക്കിടയിൽ കുറഞ്ഞു പോകും എന്ന് തന്നെ കരുതണം. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അല്പം പരുങ്ങൽ ഉണ്ടെങ്കിലും വ്യാഴം 3-ൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികത്തിന് ചെറിയ ചില പരാധീനതകൾ വരാം. എന്നാൽ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ മികവും പ്രവർത്തനങ്ങളാൽ തന്നെ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കർമ്മമേഖലയും ഇവർക്കിപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതുകൊണ്ട് സാമ്പത്തിക പരാധീനത വലുതായി ഇവരെ ബാധിക്കുന്നില്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമാഗമങ്ങൾ, വിവാഹം അല്ലെങ്കിൽ മറ്റു മംഗളകർമ്മങ്ങൾ തുടങ്ങിയവയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് ഗുണകരമാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു വിഷമം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരാഴ്ച ശുക്രൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവരുടെ 12-ാം ഭാവമാണ്. ഉച്ചരാശിയായതിനാൽ ശുക്രൻ വളരെ ദോഷം ചെയ്യില്ല, ഗുണമേ ചെയ്യൂ. പക്ഷേ 12-ലെ ശുക്രൻ്റെ ഒറ്റ കുഴപ്പം ഇതുമാത്രമാണ്, എത്ര ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാലും ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ഒടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ഇവരുടെ പ്രവർത്തനങ്ങളിൽ ചാർത്തും എന്നുള്ളതാണ് ഇവർ വിചാരിക്കേണ്ടത്. അത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് മനസ്സ് കൂടുതൽ അർപ്പിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്കി സാഹചര്യങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായി വയറിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എരിവ് കൂടുതലുള്ളതോ പുളി കൂടുതലുള്ളതോ ആയ ആഹാരങ്ങൾ കഴിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇവരുടെ വയറിനെ ബാധിക്കാം. നേരത്തെ തന്നെ അൾസറോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലും ഉണ്ടാകാവുന്ന ഉദരവ്യാധികളോ ഉള്ളവർക്ക് ഈ ഒരു ആഴ്ചയിൽ അത്തരം കാര്യങ്ങൾ കൂടാനൊരു സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വിദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഉപരിപഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആഴ്ച അനുകൂലമായ തീരുമാനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് ഒരുപാട് അകന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും പഠനവുമാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. ആരോഗ്യം നേരത്തെ ഞാൻ പറഞ്ഞു, ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ വൈഷമ്യമോ നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉദരത്തിന് പ്രശ്നമുണ്ടാകാം, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4 ഉച്ചകഴിഞ്ഞ് 5, 6, 7 തീയതികൾ പൊതുവെ ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര.
ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഗുണമാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കുവാനും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതായും കാണുന്നു. പ്രണയ സല്ലാപത്തിൻ്റെ അവസരം ഈ ആഴ്ചയിൽ വളരെ മനോഹരമായി ഇവരെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങുവാനും അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ആഭരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ചമയങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിലായാലും ശരി, ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. പുരുഷ നക്ഷത്രക്കാർക്കും അവരുടേതായ വിധത്തിൽ സാമ്പത്തിക നേട്ടമോ പ്രവർത്തനങ്ങളിൽ വിജയമോ പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ പുതിയ അവർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളോ വാങ്ങിക്കുവാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണം കാണുന്നു. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റുക അല്ലെങ്കിൽ വീടിനെ കൂടുതൽ നന്നായി ആകർഷകമാക്കുക, പുതിയ വീട് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഈ ആഴ്ചയിൽ വളരെ പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും പ്രധാനം ഇവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ പോകുവാൻ സാധിക്കുകയും ഇവരുടെ മനസ്സിന് ആനന്ദം നൽകുന്ന വ്യക്തികളുമായി സമയം ചെലവഴിക്കാൻ അവസരം കിട്ടുകയും ചെയ്യുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒന്നാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ടും ജോലി കൂടാതെ, വരുമാനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു ജോലി കൂടാതെ ഇതര വിഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കലാപരമായി എന്തെങ്കിലും കഴിവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ലോ ഒക്കെ ഉള്ളവർക്ക് അതുവഴി പണം നേടാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. ഏറ്റവും നന്നായി ഇവരുടെ പ്രവർത്തനങ്ങളെ ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗത്തുള്ള ഇവരുടെ ഇംപ്രഷൻ വർദ്ധിക്കുന്നതായി കാണുന്നു. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. കാലുകൾക്ക് അപകട സാധ്യത കാണുന്നു. അല്ലെങ്കിൽ കാലിന് ഏതെങ്കിലും തരത്തിലുള്ള വാദസംബന്ധമായ അസുഖമോ രക്തവാതത്തിൻ്റെ അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ അസുഖമുള്ളവർക്ക് കാലുകൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഇവരുടെ സഞ്ചാരത്തിന് പ്രശ്നമുണ്ടാകാൻ സാധിക്കും. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം നല്ലതാണ്, പിന്നീട് അവസാന ദിവസവുമാണ് നല്ലത്. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകളും മാതാവിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകളും പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവും മാതാവിൻ്റെ ആരോഗ്യവും വളരെ ശ്രദ്ധിക്കണമെന്ന് ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ, ധനപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ട്. ലോട്ടറി വരെ ഇവർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്നു. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതിയും പിന്നെ 7-ാം തീയതിയുമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ ചില മാറ്റങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർ അവരുടെ കർമ്മരംഗത്ത് സ്ത്രീകളെ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ മുഖേന എന്തെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ച് ഇകഴ്ത്തി താഴ്ത്തി സംസാരിക്കുവാൻ ഏതെങ്കിലും സ്ത്രീ ബോസ്, അതായത് സ്ത്രീ മേലധികാരികൾ ശ്രമിക്കുകയോ ചെയ്തേക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ സ്ത്രീകളുമായി വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ചും അത് അവരുടെ പ്രവർത്തന രംഗങ്ങളിലാണ്, തൊഴിൽ രംഗങ്ങളിലാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരവസ്ഥ കാണുന്നത്. അത് സ്വാഭാവികമായും പുരുഷ നക്ഷത്രക്കാരെയാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യത. പുരുഷ സ്ത്രീ ഭേദമന്യേ സംസാരിക്കുകയാണെങ്കിൽ വരുമാന രംഗത്ത്, പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഒരു ബലമുണ്ടാകാനുള്ള സാധ്യതയും വരുമാന വർധനവിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, വീടുമായി ബന്ധപ്പെട്ടോ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വീടിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ആകർഷകമാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഇവർ തൊണ്ട നല്ല പിടിക്കുന്നു. വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, ഇവരുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ഈ ആഴ്ച. അതുപോലെ തന്നെ പുതിയ
ചില മേലധികാരികൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ അനുഭവിക്കുന്ന ഗുണങ്ങളാണ്. പുരുഷന്മാർക്ക്, മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ചില ചെറിയ പ്രശ്നങ്ങൾ സ്ത്രീകളാൽ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കാണുന്നുണ്ട്, പ്രവർത്തന രംഗത്ത് കാണുന്നുണ്ട്. അതുപോലെ ഈശ്വരാധീനം വളരെ ശക്തമായ രീതിയിൽ ഉള്ളതിനാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കിൽ ഏറ്റവും നന്നായി, അവരുടെ കഴിവ് ഏറ്റവും നന്നായി കർമ്മരംഗത്ത് വിനിയോഗിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശ്വരാധീനം പൊതുവെ ഉള്ളതിനാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കാര്യത്തിലും ഇവർക്കിപ്പോൾ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പൊതുവെ പ്രവർത്തനങ്ങളിലെ വിജയവും സാമ്പത്തിക നേട്ടവും ആരോഗ്യരംഗത്ത് ഇവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ കുറേയൊക്കെ പരിഹാരമുണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഉദരത്തിൻ്റെ കീഴ്ഭാഗത്തും അതുപോലെ തന്നെ തുടയുടെ ഭാഗങ്ങളിലും കാൽമുട്ടുകളിലുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലം വയറിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പൊതുവേ ഇവർക്കിപ്പോൾ ഗുണകരമാണ്. അതായത് വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ പുതിയ വാഹനം വാങ്ങുന്ന കാര്യത്തിലോ വീട്ടിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിലോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പൊതുവേ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. ഉദരം, തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ അസുഖമുണ്ടാകാം. എന്നാൽ സാമ്പത്തിക നേട്ടം കാണുന്നു. ഈ പുരുഷ നക്ഷത്രക്കാർക്ക്, മിഥുനക്കൂറിലെ പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 ഉച്ച വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആയില്യം, അതുപോലെ പൂയം, പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, ചൊവ്വ, ബുധൻ, സർപ്പം, ഇതിൽ 3 ഗ്രഹങ്ങൾ പാപ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുള്ളതാണ്. സൂര്യനും ചൊവ്വയും രാഹുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല. എന്നാൽ ബുധൻ്റെ അഷ്ടമരാശിയിലെ സ്ഥിതി വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ കഴിവുകൊണ്ട് ജീവിതം പുലർത്തുന്നവരുടെ കാര്യത്തിലും ഒക്കെ വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ അപകട സാധ്യതകൾ, കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സ്വന്തം വാക്കുകൾ തന്നെ ശത്രുവായി മാറുന്ന തരത്തിൽ വളരെ ക്ഷോഭകരമായി സംസാരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 9-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യും. ശരിക്കും അത് ഒരു ദേവീ കടാക്ഷം പോലെ ഇവരുടെ സകല ദോഷങ്ങൾക്കും പരിഹാരമുണ്ട്. ഈ അഷ്ടമത്തിലെ സൂര്യൻ്റെയും ചൊവ്വയുടെയും രാഹുവിൻ്റെയും സഞ്ചാരം വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് കുറേയൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ 9-ലേക്കുള്ള ദൃഷ്ടി ഇവരിലേക്ക് വരുന്നത് കൊണ്ട് അത് ദോഷകരമായി വരില്ല. മാത്രമല്ല ശുക്രൻ 9-ൽ ഏറ്റവും ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നതിനാൽ ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് നല്ലവണ്ണം ഉണ്ടാകും. വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിനോ യാത്രയിലോ വളരെ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഈ നക്ഷത്രക്കാർ വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് അവിടുത്തെ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുന്നു. അതുപോലെ വരുമാനം കൃത്യമായി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു. അവിടെ തന്നെ താമസിക്കുന്നതിനുള്ള അസൗകര്യങ്ങൾ മാറുന്നു. പഠന സംബന്ധമായ കാര്യങ്ങൾക്കാണ് വിദേശത്തെ ആശ്രയിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വീട് നിർമ്മാണം, വാഹനം വാങ്ങിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. പൊതുവെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി നന്നാവുന്നു. അതുപോലെ തറവാട് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ, സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ചില തീർത്ഥഘട്ടങ്ങളിൽ ഒക്കെ ഇവർ പോയി തീർത്ഥാടനത്തിന് പോകുന്നതായി കാണുന്നുണ്ട്. ദേവീ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, അതുപോലെ മനസ്സിന് സമാധാനവും ഐശ്വര്യവും നൽകുന്ന തരത്തിൽ ചില തീർത്ഥയാത്രകൾ നടത്തുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്നതായും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന ധനപരമായ ദോഷങ്ങളെ ഈ ആഴ്ച പരിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കാപ്പുറത്ത് ഇവർക്ക് കുറേ പണം വന്നു ചേരുന്നു. കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകുന്നു. സഹോദര സ്ഥാനത്തുള്ളവരെയും അടുത്ത ബന്ധുക്കളെയും സഹായിക്കാൻ ഇവർക്ക് സാധിക്കുകയും തിരിച്ച് ഇവർക്ക് അവരിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. പൊതുവേ പറഞ്ഞാൽ വീടിൻ്റെ അന്തരീക്ഷം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സമാധാനപരമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇല്ലായ്മകൾക്ക് കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്.
കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശങ്കാപരമായ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ വാതസംബന്ധമായ അസുഖങ്ങൾ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്കുണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ സാധ്യത, പ്രത്യേകിച്ചും വൃദ്ധജനങ്ങൾക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണം. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, പിന്നെ 4 ഉച്ച കഴിഞ്ഞ് 5, 6 രാത്രി 10 മണിവരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ അല്പം ദോഷകരമായ അവസ്ഥ ഉണ്ട്. വ്യാഴം 11-ൽ നിൽക്കുന്നത് കൊണ്ട് ഉള്ള ഗുണവും ശുക്രൻ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത്, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷത്തെ കുറേ പരിഹരിക്കുമെന്ന് വേണം ചിന്തിക്കാൻ. കാരണം ശുക്രനും ശനിയും നിസർഗ ബന്ധുക്കളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായും കടുത്ത ബന്ധുക്കളാണ്. ശുക്രനും ശനിയും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രൻ്റെ ഉച്ചരാശിയായതിനാൽ ഇവിടെ ബലം കൂടും. അല്ലെങ്കിൽ തന്നെ 8-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ദോഷത്തെ ചെയ്യില്ല. ദാമ്പത്യ സംബന്ധമായ കാര്യത്തിലായാലും ശരി, പൊതുവെയുള്ള അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കായാലും ശരി, 8-ലെ ശുക്രൻ ദോഷം ചെയ്യില്ല. അതുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് ധനപരമായ നേട്ടമോ ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതിന് പരിഹാരമാവുകയോ ഒക്കെ ചെയ്യും. ഓർക്കണം, 7-ൽ ഇവർക്ക് സഞ്ചരിക്കുന്നത് സൂര്യനും ചൊവ്വയും രാഹുവും ബുധനുമാണ്. 7-ലെ ബുധൻ നല്ലതല്ല, ചാരവശാൽ 7-ലെ ബുധൻ നല്ലതല്ല. അതുപോലെ തന്നെ ചൊവ്വയും സൂര്യനുമൊക്കെ തന്നെ അതാത് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലെ തടസ്സത്തിനുമൊക്കെ കാരണമാകുന്നവരാണ്. എന്നാൽ 7-ൻ്റെ 2-ാം ഭാവമായ 8-ൽ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും കർമ്മരംഗത്തും അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൻ്റെ ആലസ്യമൊക്കെ മാറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപഴകാനുള്ള അവസ്ഥയെയും വർദ്ധിപ്പിക്കുന്നു. അതായത് മനസ്സിൻ്റെ സ്ഥൈര്യം, സ്ഥിരോത്സാഹം തുടങ്ങിയ കാര്യങ്ങളിൽ വർധനവുണ്ടാകുന്നു. അനുഗ്രഹം ധനത്തിൻ്റെ രൂപത്തിലും പ്രവർത്തനങ്ങളിലെ ഇവരുടെ മികവിൻ്റെ രൂപത്തിലും പ്രകടമാകുന്നു. ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികളും അസ്വസ്ഥതകളും മാറുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരം പറയാം. അഷ്ടമശനിയുടെ ദോഷങ്ങൾ, തടസ്സങ്ങളായി നിന്നിരുന്ന അഷ്ടമശനിയുടെ ദോഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനുമൊക്കെ പരിഹാരമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ ശ്രദ്ധിക്കേണ്ടത് ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടോ കത്തി, അതുപോലെ ആയുധങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള ഭാരമുള്ള വസ്തുക്കൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ അപകട സാധ്യതയോ മുറിവോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടമോ രോഗാവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ കാര്യത്തിൽ ദോഷമൊന്നും കാണുന്നില്ല. പക്ഷേ ചിലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അനാമത്ത് ചിലവും വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പണം കൂടുതലായി വരുന്നതുകൊണ്ട് കൃത്യമായ ഒരു സാമ്പത്തിക ക്രമീകരണം ഇവർ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ ആഴ്ചയും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 ഉച്ചവരെ, പിന്നെ 7-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. വീടിൻ്റെ അന്തരീക്ഷം സാമ്പത്തിക ബലം കൊണ്ട് കുറച്ചുകൂടി ഗുണകരമാകും. തൊഴിൽ രംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി ചില ആശയങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന തൊഴിൽ മേഖലയിലെ മികവ് പ്രകടമാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടമുണ്ടാവും. എന്നാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ സഹധർമ്മിണിക്കോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നമാണ് കൂടുതലായി കാണുന്നത്. പ്രമേഹ രോഗത്തിൻ്റെ അസ്വസ്ഥതയുള്ളവർ, ഈ സ്ത്രീ പുരുഷ ഭേദമന്യേ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രമേഹ രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ഉദര സംബന്ധമായ മറ്റു വ്യാധികൾ നിലവിൽ അവർക്കുണ്ടെങ്കിൽ അതും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരണയുണ്ടാകാം. എന്നാൽ കുടുംബത്തിന് വേണ്ടി വാഹനം, വീട് മോടി പിടിപ്പിക്കൽ, ധനപരമായ മറ്റു കാര്യങ്ങൾ വീട്ടിലെത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ പുരോഗതിയുണ്ടാകും. പുതിയ ചില ആശയങ്ങൾ വീട്ടിൽ ആവിഷ്കരിക്കാനും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും അവരുടെ മംഗളകരമായ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങളിൽ
പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം ഈ ആഴ്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകാനോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ അത് ഒരു പിണക്കത്തിലേക്ക് പോകാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. പ്രമേഹ രോഗത്തിൻ്റെയും അതുപോലെ തന്നെ ഉദര സംബന്ധമായ വ്യാധികളുടെയും പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വരുമാന വർധനവിൻ്റെ ആഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങളോ പുതിയ പ്രവർത്തനങ്ങളോ ഇവരിലേക്ക് വന്നു ചേരാം. ഇവരുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ ഇവരുടെ പ്രവർത്തന രംഗങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ വ്യാപാര രംഗങ്ങളിൽ കൂടുതൽ പണമിറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ 4 ഉച്ച കഴിഞ്ഞ് 5, 6 രാത്രി 10 വരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 6ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചനായി വന്നിരിക്കുന്നു. ശുക്രൻ്റെ 6ലെ നില ദാമ്പത്യകാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിൽ ഗുണകരമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി വരുന്ന അവസ്ഥ, പുതിയ വാഹനം വാങ്ങുവാനോ പുതിയ വീടിൻ്റെ മോടി പിടിപ്പിക്കൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ പുതിയ വസ്തുവോ വീടോ വാങ്ങുവാനോ ഒക്കെ സാധിക്കും. ജലദൗർലഭ്യമുള്ള ഏരിയകളിൽ അത്തരം സ്ഥലങ്ങളിൽ അവർക്ക് ജലം കൂടുതലായി ലഭിക്കുന്നതിന് സാധ്യതയുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നതായി കാണുന്നുണ്ട്. ചില പുതിയ ബന്ധങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. എന്നാൽ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഈഗോ ക്ലാഷോ ഒക്കെ കാരണം ചിലപ്പോൾ ഈ സൗഹാർദ്ദങ്ങൾ അധികം കാലം നീണ്ടു നിൽക്കണമെന്നില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ചില ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ചില ചെറിയ പെരുമാറ്റത്തിലെ അസ്വസ്ഥതകൾ ഇതൊക്കെ തന്നെ ഇവരിൽ വലിയ സംശയത്തിനിടയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ കലഹമോ അകന്നു നിൽക്കലോ വേണ്ടി വന്നേക്കാം. എന്നാൽ പൊതുവേ ഇവർക്കിപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ കാലം തന്നെയാണ്. സാമ്പത്തിക നേട്ടം, കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന ദോഷങ്ങൾ മാറ്റിയെടുക്കൽ. ഞാൻ നേരത്തെ ദാമ്പത്യത്തിലെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സംബന്ധമായി ജീവിത പങ്കാളിക്കുണ്ടാകുന്ന അസുഖവും ആ അസുഖത്തിൻ്റെ ഫലമായി അവർക്കുണ്ടാകുന്ന മാനസിക വിഷമവും കൂടി ഇതിൽ കണക്കിലെടുക്കണം. പിണക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മൂലമോ കലഹം മൂലമോ മാറി നിൽക്കലോ മാത്രമല്ലല്ലോ മനസ്സിന് വിഷമമുണ്ടാക്കുന്നത്. ചിലപ്പോൾ അവരുടെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ, അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയും ഈ ജീവിത പങ്കാളിക്ക് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത, വിഷമമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊള്ളണം. എന്നാൽ പൊതുവെ ഇവർക്കിപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ കാര്യമുണ്ട്. ഇവരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില അവ്യക്തതയ്ക്ക് മാറ്റം വരുന്നതായി കാണുന്നു. അവിടെ കുറച്ചുകൂടി വ്യക്തതയുണ്ടാകുന്നു. അവരുടെ ഭാവി സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ ജോലി, അതുപോലെ പഠനം, അതുപോലെ മംഗളകാര്യങ്ങൾ നടക്കൽ തുടങ്ങിയ കാര്യങ്ങളിലുണ്ടായിരുന്ന അവ്യക്തത മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സംശയത്തിൻ്റെ മുനകൊണ്ട്, സംശയത്തിൻ്റെ മറകൊണ്ട് പല നല്ല കാര്യങ്ങളും നടത്താൻ കഴിയാതിരുന്ന അവസ്ഥയ്ക്കും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാറ്റം കാണുന്നു. കാര്യങ്ങൾ കൃത്യമായി ഈശ്വരാധീനത്തോടുകൂടി വ്യക്തതയോടുകൂടി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. കുറച്ചുകൂടി മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി പറഞ്ഞാൽ ഇവർക്ക് പ്രധാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ ഉദരത്തിന് തന്നെയാണ് പ്രശ്നം കാണുന്നത്. പിന്നെ കാൽപാദങ്ങൾക്കും പ്രശ്നം കാണുന്നു. പ്രത്യേകിച്ചും കാലിലെ നഖങ്ങൾ, ഉപ്പൂറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വ്രണമോ അസുഖമോ സ്കിന്നിന് എന്തെങ്കിലും, ത്വക്കിനെന്തെങ്കിലും അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദരത്തിലും പ്രശ്നം കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർ വളരെ കരുതലെടുക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 1, 2, 3, 4 ഉച്ചവരെയും ശേഷം 7 നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്നൊരവസ്ഥ ഈ ആഴ്ച മുതൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ 5ാം ഭാവത്തിൽ ഉച്ചസ്ഥായിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ദേവീ കടാക്ഷം
ഇവരെ നന്നായി അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാം, അല്ലെങ്കിൽ മംഗളകരമായ മറ്റു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാം. ഹൗസ് വാമിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കാം. പുതിയ വീട് വാങ്ങാം, വസ്തു വാങ്ങാം, വാഹനം വാങ്ങാം. പുതിയ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില ബിസിനസ്സിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ സംരംഭകരായി പുതിയ ചിലർ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ വസ്ത്രം, വിലപിടിപ്പുള്ള മറ്റു വീട്ടുപകരണങ്ങൾ, IT ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവർക്കിപ്പോൾ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുതിയത് കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ സാധിക്കുന്നതായി കാണുന്നു. ചില പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് മംഗളകാര്യങ്ങളിൽ നേരത്തെ തടയപ്പെട്ടിരുന്ന ചില അവസ്ഥകൾക്ക് മാറ്റം വരുന്നു. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അല്പം വാശിയൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ വാശിയുടെ ഫലമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളിലെ ചില കയ്പുകൾ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വീട് മാറ്റമുണ്ടാവാം, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനം മാറാം, ആ കെട്ടിടം മാറാം, പദവി മാറാം തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. മാതാവിന് ചിലപ്പോൾ ശസ്ത്രക്രിയയോ മറ്റ് അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ശരീരത്തിന് മുറിവോ രോഗാവസ്ഥയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളിൽ. മാതാവിന് ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഏരിയയും ശ്രദ്ധിച്ചു കൊള്ളണം. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടം നല്ല രീതിയിൽ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലെ വിജയം അങ്ങേയറ്റത്തെ വരുമാന വർധനവിന് വഴിയൊരുക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പുറമേ ചെയ്യുന്ന ലാഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി 10 മണിവരെ ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് കുറച്ചുകൂടി സമാധാനം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഈ കണ്ടകശനിയുടെ ഒരു ധാർഷ്ട്യം, തടസ്സം, അതിനൊക്കെ കുറച്ചുകൂടി ഒരു കുറവ് വരുന്നതായിട്ട് കാണുന്നു. കാരണം ശുക്രൻ അവിടെ നിന്നുകൊണ്ട് 10ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 4-ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. എവിടെയെല്ലാം തങ്ങുന്നുവോ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കമാർന്ന അനുഭവങ്ങൾ ഉണ്ടാകാനിടയുള്ള അവസ്ഥ മാറ്റം വരുന്നു. പൊതുവേ ഇവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് അയവ് വരുന്ന ആ കർശനാവസ്ഥയ്ക്ക് വളരെ പിരിമുറുക്കമുള്ള അവസ്ഥയ്ക്ക് അയവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് എവിടെ ഇവർ തങ്ങുന്നുവോ അവിടെയെല്ലാം ബാധിക്കാം. ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറാം, കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറാം, താമസ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അയവ് വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാനോ പുതിയ താമസ സ്ഥലത്തേക്ക് മാറാനോ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും നിലവിൽ അവർക്കുണ്ടായിരുന്ന സ്ഥലം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ചില സൗഹാർദ്ദങ്ങൾ കടന്നു വരാം. അതുപോലെ തന്നെ പുതിയ ചില ബാന്ധവങ്ങൾ ഉണ്ടാകാം. പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാം. ദുഃഖിച്ചു കൊണ്ടിരുന്ന മനസ്സിന് ആശ്വാസം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കേന്ദ്രഭാവങ്ങളിൽ 2 ആചാര്യഗ്രഹങ്ങൾ വിഹരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ധനപരമായ നേട്ടം, ഭാഗ്യക്കേടിൻ്റെ ദിവസങ്ങൾ മാറി ഭാഗ്യമുള്ള ദിവസങ്ങളായി മാറുന്ന അവസ്ഥ, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം, സാമ്പത്തിക നേട്ടം, മനസ്സിന് സന്തോഷം, മാതാവുമൊത്ത് കുടുംബത്തിൽ സഹവസിക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് കുറേ കാലമായി മാതാപിതാക്കളിൽ നിന്നോ മൂല കുടുംബത്തിൽ നിന്നോ അകന്നു നിന്ന വ്യക്തികൾക്ക് ആ അനുഭവം തിരിച്ചു കിട്ടാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ ശ്രദ്ധിക്കേണ്ടത് പിതാവിന് ആരോഗ്യകരമായി അത്ര നല്ലതല്ല. ഭാഗ്യത്തിനേറിയ ചെറിയ തടസ്സമുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് പിതാവ് ശ്രമിച്ചു ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും ഒപ്പം പിതാവ് ഈ മക്കൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുന്നത് വഴി അവർക്കുണ്ടായിരിക്കുന്ന മാനസിക വിഷമങ്ങളും നൈരാശ്യവുമൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവരുടെ രോഗാവസ്ഥയ്ക്ക് വലിയ മാറ്റം കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ മുഖം, ത്രോട്ട്, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങൾ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങോ മറ്റ് ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളും ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ ഒക്കെ ഉണ്ടാകാം.
സഹോദരരുടെ ആരോഗ്യം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും അവർ യാത്ര ചെയ്യുന്ന വേളയിൽ വാഹനത്തിൻ്റെ സ്പീഡ് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലക്ഷ്യമായ ഡ്രൈവിംഗ് ഒന്നും പാടില്ല എന്ന് പ്രത്യേകമായിട്ട് അവരുടെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോടും കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4 ഉച്ച കഴിഞ്ഞ് 5, 6, 7 തീയതികൾ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, തങ്ങളെ സഹായിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അവർക്കിടയിലുണ്ടായിരുന്ന നേരിയ അസ്വസ്ഥതകളും മറകളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളിലെ മികവും ഉത്സാഹവും കണ്ട് നേരത്തെ ശങ്കിച്ചു നിന്നിരുന്ന പ്രവർത്തിക്കുവാൻ, സഹകരിക്കുവാൻ, സാമ്പത്തികമായ സഹായം ചെയ്യുവാൻ മടി കാണിച്ചിരുന്ന വ്യക്തികൾ ആ മടിയൊക്കെ മാറി, സംശയമൊക്കെ മാറി ഇവർക്ക് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു സാങ്കേതിക സഹായമോ സഹകരണമോ നൽകുവാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച എന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അങ്ങേയറ്റത്തെ ശുഷ്കാന്തി വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും അതുപോലെ മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും സാമ്പത്തിക സഹായമോ മറ്റ് സാങ്കേതിക സഹായങ്ങളോ ലഭിക്കുമെന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മടിയും ആലസ്യവും മാറുന്നു. കൂടുതൽ ഊർജ്ജസ്വലത, ഉന്മേഷം ഇതൊക്കെ വർദ്ധിക്കുന്നു. യാത്ര ചെയ്യേണ്ടി വരുന്നു. യാത്ര ദീർഘദൂര യാത്രകളല്ല, ചില ഹ്രസ്വ യാത്രകൾ ചെയ്യുക. അതിൽ നിന്ന് അവരുടെ തൊഴിൽ രംഗത്തോ പ്രവർത്തന രംഗത്തോ കൂടുതൽ വരുമാനമുണ്ടാക്കാൻ തക്കവണ്ണമുള്ള പുതിയ ആവിഷ്കാരങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിലെ മികവ്, ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹകരണം, കലഹിച്ചു നിന്നിരുന്ന വ്യക്തികളുമായി ഒരുമിച്ച് പോകാനുള്ള മനസ്സിൻ്റെ തയ്യാറെടുപ്പ്, ഇതെല്ലാം തന്നെ കർമ്മരംഗത്ത് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുമെന്ന് വേണം ചിന്തിക്കാൻ. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം, അത് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ധനപരമായ കാര്യങ്ങൾക്ക് ഇവർ ചെയ്യുന്ന വാക്കുകളാലോ കർമ്മങ്ങളാലോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തുമെന്ന് കാണുന്നു. അന്യഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് കൂടുതൽ ഗുണം കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, അത് നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഗുണവും സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. കണ്ണ് ശ്രദ്ധിക്കണം, ഒപ്പം ഹൃദയവും ഞരമ്പുകളുമൊക്കെ ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ പോലുള്ള അസുഖമുള്ളവർക്ക് അല്പം ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു. കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ മെഡിക്കേഷൻ ആവശ്യമുള്ളവർക്ക് അതും അനുസരിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഈ ആഴ്ചയുടെ 2ാം പകുതിയിൽ മാറി നിൽക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിനും കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസമാണ് കൂടുതൽ ഗുണം. പിതാവിന് ആ ദിവസങ്ങളിൽ അത്ര നല്ല ആരോഗ്യസ്ഥിതിയല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള ഇവരുടെ മനസ്സിൻ്റെ ഉത്സാഹവും കൂടെ നിൽക്കുന്നവരുടെ സഹകരണവും ഇവരെ മുന്നോട്ട് നയിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വളരെ ഗുണകരമായ ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതിയും ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിന് ആധാരമായ തരത്തിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ ആഴ്ച തുടക്കം മുതലേ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർ വലിയ വിലക്കെടുക്കുകയും ഇവരുടെ ഇടപെടൽ അങ്ങേയറ്റത്തെ മനോഹരമായ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മരംഗത്ത് ഇവർക്കുണ്ടായിരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വിഷമമുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. വളരെ നന്നായി സംസാരിക്കുവാനും പുതിയ ആശയങ്ങൾ ഇവർക്ക് ആവിഷ്കരിക്കാനും സാധിക്കുന്നു. അതവരുടെ കർമ്മമേഖലയിൽ ഉള്ള ഉറപ്പ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇവരിലുള്ള വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിൽ പെരുമാറാൻ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാധിക്കുന്നു. പുതിയ ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അകൽച്ചയുണ്ടായിരുന്നവർ ആ അകൽച്ചയൊക്കെ മാറി ദാമ്പത്യം കൂടുതൽ ആനന്ദകരവും സുഖകരവുമാകുന്നു. സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ചിലവഴിക്കാൻ തക്കവണ്ണമുള്ള പണം ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ജോലിയുടെ സ്ഥലത്തും ഒക്കെ ശുക്രനും ബലവാനായി നിൽക്കുന്നതിനാൽ പ്രത്യേകിച്ചും ശുക്രൻ്റെ ബലം ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. നന്നായി സംസാരിക്കുവാൻ, എഴുതുവാൻ, ഒരു കാര്യം അവതരിപ്പിക്കുവാനൊക്കെ ഇവർക്ക് സാധിക്കുന്നു.
ഏറ്റവും വേണ്ടപ്പെട്ട ഇവരുടെ വ്യക്തികളോട് അങ്ങേയറ്റം ആകർഷകമായി പെരുമാറാനും അവരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില യാത്രകൾ നടത്തുന്നു. യാത്രകൾ കൊണ്ട് ഗുണമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ഗുണമുണ്ട്. ദാമ്പത്യ സംബന്ധമായും ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഇവർ മനസ്സന്തോഷത്തിനായി യാത്ര ചെയ്യുന്നത് കൂടുതൽ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ, പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വേണമെങ്കിൽ ഇവർക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യ നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുകയും അതിൽ വിജയികളാവാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ശരീരം നന്നായി ശ്രദ്ധിക്കണമെന്ന് തന്നെ പറയുന്നു. ഈ പ്രവർത്തനങ്ങളിലെ ഉത്സാഹം വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില അശ്രദ്ധകൾ, വേഗത കൂടുന്നതിൻ്റേതായ ചില പ്രശ്നങ്ങൾ, അത് ശരീരത്തിൽ മുറിവുണ്ടാക്കുവാനോ അലർജി അസുഖങ്ങൾ ത്വക്കിന് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളിൽ ചൂട് വർദ്ധിക്കുക വഴി വല്ലാത്ത അസ്വസ്ഥത ശരീരം പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. ക്ഷീണിതാവസ്ഥ വർദ്ധിക്കാം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശരീരത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. ഓരോ കാര്യവും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 ഉച്ചവരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൾ ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരമാണ്. ശുക്രൻ്റെ നില അവരുടെ ജന്മസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്ക് ശുക്രൻ വരികയാണ്. അതുപോലെ ശുക്രന് ഉച്ചസ്ഥാനാവസ്ഥ ജന്മസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ മനസ്സിന്, ശരീരത്തിന് വളരെ ഉന്മേഷം ഉണ്ടാകുന്നതായി കാണുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കാവുന്ന ഒരു അവസ്ഥ ഇവരുടെ കർമ്മരംഗത്തുണ്ടാകാവുന്നു. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമയാണ് ഇവർ എന്ന് മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പ്രവർത്തനങ്ങളിൽ ഇവർ കാണിക്കുന്ന വ്യഗ്രതയും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഇവരുടെ കർമ്മരംഗത്തെ കൂടുതൽ ദീപ്തമാക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ചില റിലേഷൻഷിപ്പുകൾ ഇവരിലേക്ക് വരാം. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവുണ്ടാകാം. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിന്നും ഇവർക്കിപ്പോൾ വിജയമുണ്ടാകുന്നതായി കാണുന്നു. കർമ്മരംഗത്ത് സ്വാഭാവികമായി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ഈശ്വരാധീനം ഇവരുടെ പ്രവർത്തന രംഗങ്ങളിലെല്ലാം ഉണ്ട്. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ പല കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്നു. എന്നാൽ ഈ ശുക്രൻ്റെ 7ലേക്കുള്ള നോട്ടം, 7ാം ഭാവത്തിൽ ശുക്രൻ്റെ നോട്ടം, പ്രത്യേകിച്ചും നീചരാശിയിലേക്കുള്ള നോട്ടം വൈവാഹിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ദമ്പതികൾ തമ്മിൽ അകന്നു നിൽക്കേണ്ട ഒരവസ്ഥ വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു സൗന്ദര്യ പിണക്കത്തിലേക്കോ കലഹത്തിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പ്രവർത്തനങ്ങളിൽ തോൽവിയില്ല, സാമ്പത്തിക നേട്ടത്തിന് തടസ്സങ്ങളില്ല. അതുപോലെ തന്നെ അധ്വാനിക്കുന്ന കാര്യത്തിൽ മനസ്സിന് ആലസ്യമോ മടികളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പൊതുവെ ഗുണകരമായ അവസ്ഥ കർമ്മരംഗത്ത് കാണുന്നുണ്ട്. ഉദരസംബന്ധമായ അസുഖം നേരത്തെ ഉണ്ടായിരുന്നവർ അത് വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള ശത്രുക്കൾ സൈലൻ്റായി ഇരുന്നു കൊണ്ട് തന്നെ ഇവരോട് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിസ്സാരമായി ആരെയും കരുതരുത്. പ്രത്യേകിച്ചും കർമ്മസ്ഥാനത്തു തന്നെ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ചിലപ്പോൾ ശത്രുക്കളായി മാറിയേക്കാം. തൽക്കാലത്തെ ഗ്രഹങ്ങളുടെ ഏറ്റവും നല്ല ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള നിലയും നോട്ടവും ഇവരെ രക്ഷിക്കും. എന്നാലും ശത്രുക്കൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ചിലവ് വർദ്ധിച്ചിരിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഈ ആഴ്ചയിൽ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, കടബാധ്യതയിൽ നിന്നും മോചനം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹം, വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ. അവസാന ദിവസം അപ്രതീക്ഷിതമായി ധനം ഇവരിലേക്ക് വന്നു ചേരാം. നട്ടെല്ല് സംബന്ധം ആഴ്ചയുടെ അവസാന ദിവസം അപ്രതീക്ഷിതമായി ധനസഹായം വന്നു ചേരാം. മാത്രമല്ല നട്ടെല്ലിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി 10 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കാം. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ആരെയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഹൃദയമറിഞ്ഞ് സഹായിക്കുക. അതൊക്കെ ശനീശ്വരന് വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ശനിദോഷത്തിൻ്റെ ദോഷങ്ങൾ, ശനി തരുന്ന ദോഷങ്ങൾക്ക് കുറവുണ്ടാകാൻ അത് സഹായിക്കുന്നു.
അതുപോലെ തന്നെ വ്യാഴദോഷത്തിന് പരിഹാരമായി വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓം നമോ നാരായണായ ജപിക്കുക, അതുപോലെ മഞ്ഞ പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യം, ഇതെല്ലാം വളരെ ഗുണകരമാണ്. ഓം ഗം ഗണപതയെ നമ എന്ന് ഗണപതിക്ക് എപ്പോഴും ഗണപതിയെ സ്തുതിക്കുക, ഗണപതിയെ വാഴ്ത്തുക, മന്ത്രം ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം, ഇതെല്ലാം വളരെ നല്ലതാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദോഷ പരിഹാരത്തിന് നാഗങ്ങൾക്ക് 100 പാലും നൽകാം, ആയില്യത്തിനോ അല്ലെങ്കിൽ ദോഷം അനുഭവിക്കുന്ന വ്യക്തിയുടെ നാളിനോ പക്കനാളിനോ. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.